അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സ്, ബുള്ളറ്റുമാരുമാണ്. എൻ്റെ ബാക്കിൽ ഒരുപാട് ചെമ്പുകളും ഒരുപാട് അണിയറ പ്രവർത്തകരെയും നിങ്ങൾ കാണുന്നുണ്ട്. പാടന്തുറ മർക്കസ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് പാടന്തുറ, ഗൂഡല്ലൂരിനടുത്തുള്ള പാടന്തുറ എന്നാണ് ഈ ഒരു പ്രദേശം സാക്ഷ്യം വഹിക്കുന്നത്. ദേവർസ്വല ഉസ്താദിൻ്റെ കീഴിൽ ഏകദേശം 2000-ഓളം കുടുംബിനികൾക്ക്, അതായത് ദാമ്പത്യ ജീവിതം കൊടുത്തിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൈപ്പിടിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് 800 പേർക്ക് ദാമ്പത്യ ജീവിതം കൊടുത്തു. അതിനുശേഷം ഈ ഒരു വർഷം 2026 മാർച്ച് 5-ാം തീയതി, ഏപ്രിൽ 5-ാം തീയതി 850 ദമ്പതിമാർക്ക് വിവാഹ ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഹൂർത്തത്തിലാണുള്ളത്. അതിൻ്റെ ഊട്ടുപുരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എത്രത്തോളം ഇതിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള ആളുകളുണ്ട്. പേരെന്തേനും? ഉബൈദ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പ്രായഭേദമന്യേ ഇതിൽ രാഷ്ട്രീയമോ മതമോ കളറോ വ്യത്യാസമോ നാടോ ദേശമോ ഒന്നുമില്ല. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് തികച്ചും നിങ്ങളുടെ സേവനമാണ് അല്ലേ? ഇത്രയും ആളുകൾ ദിവസങ്ങളോളായിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ഇവരൊക്കെ സേവനത്തിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. നമ്മളൊന്നും വിചാരിക്കും പോലെ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഏർപ്പാടുകളൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യണത് ഒന്നും സാമ്പത്തിക നേട്ടം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഉസ്താദിനോടുള്ള സ്നേഹം മാത്രമാണ് അല്ലേ? അതുകൊണ്ട് പേരെന്ത് പറഞ്ഞു? ഷാജഹാൻ. എത്ര ഇവിടുത്തെ ഒരു എസ്റ്റിമേറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് എത്ര ഭക്ഷണം? 1,00,000 ആൾക്കുള്ള ഭക്ഷണമാണ് ഇപ്പൊ ഞങ്ങള് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിലെത്ര ബീഫ് അല്ലെങ്കിൽ ബീഫ് ഉണ്ട്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. എത്ര ടോട്ടലി? ഏകദേശം ഒരു 10,000 കിലോന്റെ മേലല്ലേ രണ്ടും കൂടി അല്ലേ? അല്ല, ബീഫ് മാത്രം. പിന്നെ അതിലുള്ള റൈസും പിന്നെ വെജിറ്റബിൾ ബിരിയാണി വേറെ. നമ്മൾ വീഡിയോക്ക് ഓരോരുത്തർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉൾപ്പെടുത്തിട്ടോ ഇവരൊക്കെ. കാരണം നമ്മൾ കാണേണ്ടതാണ്. കാരണം ഈ ഒരു പ്രദേശത്തെ ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ, അതുപോലെ തന്നെ ഇവിടുത്തെ കർമ്മനിരതായിട്ടുള്ള ഈ വളണ്ടിയേഴ്സിന് എല്ലാവരും, സാന്ത്വനത്തിൻ്റെ ആളുകളുണ്ട്, എല്ലാവരും എന്താ പറയുക, ഐക്യകണ്ഠനെ പ്രശംസിക്കുകയാണ്. കാരണം ഇതിനൊക്കെ പറയാൻ വാക്കുകളില്ല. ഉസ്താദിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു വിവാഹം എന്ന് പറഞ്ഞത് സമൂഹം ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ഇന്ത്യയിലും കേരളത്തിലും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ജാതി മത ഭേദമന്യേ ഈ പാടികളിലും ചെറു കുടികളിലും താമസിക്കുന്ന വിവാഹം സ്വപ്നം കണ്ട് നടക്കുന്ന, വിവാഹത്തിൻ്റെ എന്താ പറയുക, ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് യുവാക്കളെയാണ് ഈ ഒരു ഇതിലേക്ക് ഇതിൻ്റെ സ്വർണം, അതിൻ്റെ ഭക്ഷണം എങ്ങനെ തമിഴ്നാട്, കർണാടക, കേരള, ഇങ്ങനെ 3 സംസ്ഥാനത്തിൽ അവിടുന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടാണ് അർഹതപ്പെട്ടവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രവർത്തകരും ഈ ജില്ലകളിലുള്ളത് ഇല്ല തന്നെയാണ്. ഈ നാട്ടുകാർ തന്നെയാണ് നിങ്ങൾ? ഈ നാടും കേരളത്തിലുള്ള കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത പ്രദേശവാസികൾക്കായിട്ടുള്ള ആളുകളുണ്ട്. നീലഗിരി ജില്ലയിൽ. അതെ, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 22 കോടിയോളം മേലെ ചെലവ് വരുന്നൊരു. അതെ, അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം സലാം ഉസ്താദിനെ കൈപിടിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഏകദേശം 5.5 കോടിയോളാണ് എത്തിയിട്ടുള്ളത് അല്ലേ? അതിന് ഇനിയും നമുക്ക് ചലഞ്ചിലേക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിലേക്ക് കഴിയുന്ന പരമാവധി എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന നിമിഷങ്ങളാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അത് സ്വപ്നം കാണാൻ പറ്റാത്ത ആളുകളെയാണ് നിങ്ങൾക്കറിയാം. ഒറ്റയ്ക്ക് സാധിക്കണം. ഒരുപാട് ആളുകൾ, 1 രൂപ മുതൽ ലക്ഷങ്ങൾ കൊടുക്കുന്ന ആളുകൾ എല്ലാവരും ഇനി അടുത്തത് ഞാൻ പറയുന്നത് 1000 കുട്ടികൾക്കാക്കണം. മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാട് സജ്ജമാണ്, ഈ നാട്ടിലെ ജനങ്ങൾ സജ്ജമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളും വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതുപോലെ തന്നെ വരെ താലികെട്ട് കാര്യങ്ങൾ, മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അപ്പോൾ 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഫുഡിൻ്റെ കാര്യങ്ങൾ. ഓരോ ചെമ്പിലും 50-60 കിലോനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, 100 കണക്കിന് ചെമ്പുകളാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലേ, ഈ ഒരു ഇതിൻ്റെ ആളുകളെ, ഈ നാട്ടിലെ പ്രദേശത്തെ ആളുകളെ, അല്ലെങ്കിൽ സാന്ത്വനത്തിൻ്റെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ അയൽപ്രദേശത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ഇതിന് സേവനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്.
ഉസ്താദിനെ സ്നേഹിച്ചിട്ട് ഈ ഒരു പുണ്യപ്രവർത്തിക്ക് ഇതൊക്കെ നമ്മൾ പ്രശംസിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു സേവനം ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അത്രയും നല്ലൊരു ഒരു മനസ്സിന് ഉടമകളായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് നിങ്ങൾ പിന്നെ ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഞാനതിൻ്റെ സ്കാനർ കാര്യങ്ങൾ ഉസ്താദിൻ്റെ സ്കാനർ കൊടുക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നത് സഹായിച്ചാൽ ഇനി അടുത്ത വർഷം ഇതിലേറെ ഞാൻ പറഞ്ഞാൽ 1000 കുട്ടികൾക്ക് ജീവിതം കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണമെങ്കിലും ഉസ്താദിനെ സഹായിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ സമാനതകളില്ലാത്ത പ്രവൃത്തി എന്ന് തന്നെ പറയാം അല്ലേ. കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്തരം ഒരു സംരംഭം ജാതി ഭേദമന്യേ പാവപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് ജീവിതം കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അണിയറ ഒരിക്കൽ കൂടി വീണ്ടും ഞാൻ പ്രശംസിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താണ്. ഏകദേശം കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് ചെമ്പുകൾ കാലിയാക്കിയിട്ട് ഭക്ഷണങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഭക്ഷണ വിതരണം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കാലിച്ചാക്കുകളാണ്. അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനുള്ളത്. ഒരുപാട് പേര് ഇവിടെ ഇതിൻ്റെ മുകളിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. അടുത്തതായിട്ട് ഏകദേശം 1000 പേർക്ക് അല്ലെങ്കിൽ 1000 പിന്നെ യുവക്കൾക്ക് ജീവിതം കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണം കഴിച്ചോ? എവിടെ തന്നെ? വടകര തന്നെ. എപ്പോഴാണ് വന്നത്? ഇന്നലെ രാവിലെ വന്നതാ? മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ തണുത്ത കാലാവസ്ഥയിൽ ഒരു എന്താ പറയുക വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയിലാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും കേരളത്തിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ. ഏതായാലും ഇതിൻ്റെ തുടർ വീഡിയോസുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. أشرق نور القلب علينا واختفى ظلم الجهل أنا يا سيدنا أفضل خلق قرة عين أبدا صب علينا بركاتك يا خير الأنام. أشرق نور القلب علينا فاختفى ظلم الجهل أنا يا سيدنا أفضل خلق قرة عين أبدا صب علينا